നമസ്കാരം. കരിമണൽ ഖനന കമ്പനിയായ CMRL-ഉം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ എക്സാലോജിക് കമ്പനിയും തമ്മിൽ നടത്തിയ ദുരൂഹ ഇടപാടിൽ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED സംഘത്തെയും അവർ സഞ്ചരിച്ച വാഹനങ്ങളെയും വഴിയിൽ തടഞ്ഞു നിർത്തി അക്രമം അഴിച്ചുവിട്ട സഖാക്കളുടെ അഴിഞ്ഞാട്ടത്തെക്കുറിച്ച് നമ്മൾ കേട്ടതാണ്. ഇന്നിതാ ആ അക്രമ സംഭവത്തിൽ വലിയൊരു നീതിയാണ് നടപ്പിലായിരിക്കുന്നത്. റെയ്ഡിനായി ED ഉദ്യോഗസ്ഥരെ എത്തിച്ച വാടക കാറുകളുടെ ഡ്രൈവർമാർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരിട്ട് നൽകിയിരിക്കുകയാണ്. 2 ലക്ഷത്തിലധികം രൂപയാണ് വെള്ളിയാഴ്ച കൊച്ചിയിലെ ED ഓഫീസിൽ വെച്ച് 3 കാർ ഡ്രൈവർമാരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ED കൈമാറിയത്. എന്നാൽ ഇവിടെ ഉയരുന്ന മറ്റൊരു പ്രധാന ചോദ്യം ഇതാണ്: CPM-ന്റെ DYFI അക്രമികൾ കാട്ടിക്കൂട്ടിയ അഴിഞ്ഞാട്ടത്തിനും ഗുണ്ടായുസത്തിനും എന്തിനാണ് സാധാരണക്കാരുടെ നികുതി പണമെടുത്ത് ED നഷ്ടപരിഹാരം നൽകുന്നത്? ഈ 2 ലക്ഷം രൂപ വീണ വിജയന്റെ മരവിപ്പിച്ച അക്കൗണ്ടിൽ നിന്നോ അതല്ലെങ്കിൽ പാർട്ടി ആക്രമണം നടത്തിയാൽ പണം നൽകുമെന്ന് ടിവിയിൽ വന്ന് പ്രസംഗിച്ച A റഹീം അടക്കമുള്ള CPM നേതാക്കളിൽ നിന്നോ പാർട്ടി ഫണ്ടിൽ നിന്നോ പിടിച്ചെടുക്കുകയല്ലേ വേണ്ടത്? വിശദമായ കാര്യങ്ങളിലേക്ക് കടന്നാൽ വീണ വിജയന്റെയും എക്സാലോജിക്കിന്റെയും കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രത്യേക സംഘം തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് എത്തുന്നത്. ഉദ്യോഗസ്ഥർ തങ്ങളുടെ ഔദ്യോഗിക ദൗത്യം കഴിഞ്ഞ് തിരികെ മടങ്ങുമ്പോഴായിരുന്നു തെരുവിൽ CPM DYFI ഗുണ്ടകൾ വണ്ടികൾ വളഞ്ഞ് അക്രമം അഴിച്ചുവിട്ടത്. ഉദ്യോഗസ്ഥർ വാടകയ്ക്കെടുത്ത 3 സ്വകാര്യ കാറുകൾക്ക് നേരെയായിരുന്നു അക്രമം. തിരുവനന്തപുരം സ്വദേശിയായ ശ്യാംരാജ് എന്ന പാവപ്പെട്ട ഡ്രൈവറുടെ കാറിനാണ് ഏറ്റവും കടുത്ത കേടുപാടുകൾ സംഭവിച്ചത്. അക്രമികളുടെ ക്രൂരമായ മർദ്ദനത്തിൽ ശ്യാംരാജിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇൻഷുറൻസ് തുക ലഭിക്കാത്തതിൽ സ്വന്തം കയ്യിൽ നിന്ന് 1.75 ലക്ഷം രൂപ ചെലവാക്കിയാണ് ശ്യാംരാജ് വാഹനം നന്നാക്കിയത്. ഈ തുക മുഴുവൻ ED വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിലേക്ക് ശ്യാംരാജിനെ വിളിച്ചു വരുത്തി കൈമാറി. തിരുമല സ്വദേശി ലാൽ ഗോപാലൻ, വള്ളക്കടവ് സ്വദേശി ഷറഫുദ്ദീൻ എന്നിവരുടെ കാറുകൾ നന്നാക്കാൻ ഇൻഷുറൻസ് തുകയ്ക്ക് പുറമെ വന്ന ഭീമമായ തുകയും ED നേരിട്ട് ഡ്രൈവർമാർക്ക് നൽകി. സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്ന സാധാരണക്കാരായ ഡ്രൈവർമാരെ സഹായിച്ച EDയുടെ നടപടി പ്രശംസനീയമാണ്. എന്നാൽ അവരെ ഈ ഗതികേടിലാക്കിയ ക്രിമിനലുകളിൽ നിന്ന് 1 രൂപ പോലും ഈടാക്കിയില്ല എന്നത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, അന്ന് ED കാറുകൾ തകർത്ത സമയത്ത് വലിയ വായിൽ ചാനലുകളിൽ വന്ന് വീരവാദം പറഞ്ഞ CPM നേതാവും MPയുമായ A റഹീം അടക്കമുള്ളവരുടെ നിലപാടാണ്. ഡ്രൈവർമാർക്കുണ്ടായ നഷ്ടം CPM നികത്തും, തങ്ങൾ പണം കൊടുക്കുമെന്ന് A റഹീം അടക്കമുള്ള CPM നേതാക്കൾ അന്ന് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞതാണ്. എന്നാൽ പിന്നീട് ഒരൊറ്റ പൈസ പോലും അവർക്ക് ഡ്രൈവർമാർക്ക് നൽകിയില്ല. എന്തുകൊണ്ടാണ് അന്ന് പറഞ്ഞ വാക്ക് CPM പിന്നീട് പണം കൊടുക്കാതെ വഴി മാറിയത്? CPM ഡ്രൈവർമാർക്ക് പണം നൽകിയാൽ അത് കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ കുറ്റമായി മാറും. അത് കേസിൽ അടുത്ത തിരിച്ചടിയാകും എന്ന വക്കീൽ ഉപദേശം കിട്ടിയതോടെയാണ് CPM നേതാക്കൾ ഇതിൽ നിന്നും പിന്മാറുന്നത്. അക്രമം അഴിച്ചുവിടാനായി ആളുകളെ അയക്കുക, പിന്നീട് വഴിയിൽ സാധാരണക്കാരൻ വേട്ടയാടപ്പെടുമ്പോൾ സാക്ഷിയെ സ്വാധീനിക്കാൻ കഴിയാത്തതുകൊണ്ട് പണം തരില്ലെന്ന് പറഞ്ഞ് കൈമലർത്തുക. എന്തൊരു നെറുകെട്ട രാഷ്ട്രീയമാണ് CPM കളിച്ചത്. നമ്മൾ ജനങ്ങൾ ഉറക്കെ ചോദിക്കേണ്ട കാര്യം ഇതുതന്നെയാണ്. ജനങ്ങൾ നൽകുന്ന നികുതി പണത്തിൽ നിന്നാണോ അതോ EDയുടെ ഗവൺമെന്റ് ഫണ്ടിൽ നിന്നാണോ ഈ 2 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകേണ്ടത്? തികച്ചുമല്ല. CPMന്റെ ഗുണ്ടകൾ കാണിച്ച കൊള്ളരുതായ്മയ്ക്ക് അവർ തന്നെയാണ് നഷ്ടപരിഹാരം നൽകേണ്ടത്. കേസിൽ വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ED മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ആ മരവിപ്പിച്ച അക്കൗണ്ടിലെ തുകയിൽ നിന്നോ എക്സാലോജിക്കിന്റെ പണത്തിൽ നിന്നോ അതല്ലെങ്കിൽ ED വണ്ടി തകർത്ത അക്രമികളെ വിട്ട CPMന്റെ കേശവദേവ് റോഡിലെ AKG സെന്ററിലെ പാർട്ടി അക്കൗണ്ടിൽ നിന്നോ ഈ 2 ലക്ഷം രൂപ പലിശ സഹിതം കണ്ടുകെട്ടുകയാണ് ED ചെയ്യേണ്ടത്. നിയമം കയ്യിലെടുത്ത് കാണിക്കുന്ന ഗുണ്ടായുസത്തിന് പൊതുമുതലോ സർക്കാർ ഫണ്ടോ അല്ല ചെലവഴിക്കേണ്ടത്. അക്രമം നടത്തിയവരുടെ വീട്ടിൽ നിന്ന് തന്നെ ജപ്തി ചെയ്ത് പണം പിടിക്കണം. ED ഡ്രൈവർമാർക്ക് നഷ്ടപരിഹാരം നൽകിയ ഈ സംഭവം വെറുമൊരു പണമിടപാടല്ല. എക്സാലോജിക് CMRL കേസ് അത്രമേൽ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. വീണ വിജയന്റെയും എക്സാലോജിക്കിന്റെയും അക്കൗണ്ടുകൾ പൂർണ്ണമായും മരവിപ്പിച്ചു കഴിഞ്ഞല്ലോ. ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന 2ാമത്തെ സമാന്തര കമ്പനിയുടെ അക്കൗണ്ടിലെ ലക്ഷങ്ങളും ED മരവിപ്പിച്ചു. കരിമണൽ കമ്പനി ഉടമ ശശിധരൻ കർത്ത പിണറായിക്ക് നൽകേണ്ട പണമാണ് വീണയ്ക്ക് നൽകിയതെന്ന് EDക്ക് മൊഴി നൽകി. തങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പുകളും അഴിമതികളും പുറത്തു വരുമെന്ന് ഭയന്നാണ് റെയ്ഡിനെത്തിയ ED കാറുകൾക്ക് നേരെ CPM ഗുണ്ടകൾ അക്രമം നടത്തിയത്. എന്നാൽ അക്രമം കൊണ്ടോ ഭീഷണി കൊണ്ടോ EDയുടെയും അന്വേഷണ ഏജൻസികളുടെയും വായടപ്പിക്കാൻ കഴിയില്ലെന്ന് ഈ നടപടികളിലൂടെ വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. സ്വന്തം പാർട്ടിയുടെ ഗുണ്ടായുസത്തിന് പാവപ്പെട്ട ഡ്രൈവർമാരെ ബലിയാടാക്കാൻ നോക്കിയ CPMന് കിട്ടിയ കനത്ത പ്രഹരമാണ് EDയുടെ ഈ ഒരു നഷ്ടപരിഹാര നടപടി. എന്നാൽ കഥ അവിടെയും തീരുന്നില്ല. അക്രമം കാട്ടിയ ഗുണ്ടകളിൽ നിന്നും ആ അക്രമത്തിന് കാരണക്കാരായ വീണ വിജയന്റെ അക്കൗണ്ടിൽ നിന്നും ഈ തുക കണ്ടുകെട്ടാൻ ED തയ്യാറാകണം. അന്ന് സമാധാന പ്രസംഗം നടത്തി പണം തരുമെന്ന് പറഞ്ഞ് പിന്നീട് മുങ്ങിയ A റഹീം അടക്കമുള്ള നേതാക്കളുടെ പൊള്ളത്തരങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അല്ലെങ്കിലും CPMന് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിച്ച് ശീലമില്ലല്ലോ.